ഈ ലോകത്ത് വിജയി അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ടുള്ള മനുഷ്യൻ എന്ന് ഞാൻ കരുതുന്നത് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്. കാര്യം സന്തോഷം, വിജയം ഒക്കെ ആപേക്ഷികമാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ലോട്ടറി അടിക്കുമ്പോഴായിരിക്കും വലിയ സന്തോഷം വരുന്നത്. അതേ സന്തോഷം തന്നെ ഒരു പാവപ്പെട്ട ധനം കുറഞ്ഞ ആളിന് ഒരു തൻ്റെ കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ അതിലും വലിയ സന്തോഷമായിരിക്കും അയാൾ അനുഭവിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു നല്ല പൂന്തോട്ടം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിലും ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇത് ഒരു അധികം ധനമുള്ളവനോ അധികം വിജയിയോ അധികം ലോകപ്രശസ്തനോ ഒന്നുമല്ല ഏറ്റവും വലിയ വിജയി അല്ലെങ്കിൽ ധനികൻ. എന്ത് പദമാണെന്ന് ഏത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ നന്നായി ജീവിക്കുന്നത് എന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നതിനനുസരിച്ചിരിക്കും. ഒരു മനുഷ്യന് കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതെ, ഭാഗ്യവാൻ എന്നുള്ള പദം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാര്യം ചെറിയ കാര്യങ്ങളിലൊക്കെ ചഞ്ചലപ്പെടുന്ന മനസ്സും വിദ്വേഷവും പകയും ഒക്കെ വച്ച് പുലർത്തുന്ന ഒരു ധനവാൻ അല്ലെങ്കിൽ അത്യാഗ്രഹിയാണോ ഈ ഭാഗ്യവാൻ? അത് ഒരു കുഞ്ഞു വീട്ടിൽ തൻ്റെ 2 കുഞ്ഞുങ്ങളും 2-3 കുഞ്ഞുങ്ങളും ചെറിയൊരു ജോലിയും സ്നേഹമുള്ളൊരു ഭാര്യയുമൊക്കെയായി അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരിൽ സന്തോഷം കണ്ടെത്തുന്ന ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരുന്ന ഒരു സാധാരണ മനുഷ്യനാണോ ഭാഗ്യവാൻ? ഈ രണ്ടാമത് പറഞ്ഞ ആളല്ലേ. ആദ്യത്തെ ആൾ അത്യാഗ്രഹത്തിൽപ്പെട്ട് എവിടെ വേണമെങ്കിലും ചെന്ന് അവസാനിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ നിയന്ത്രണം, മനസ്സിൻ്റെ ശാന്തി അനുഭവിക്കാൻ പറ്റുന്ന, ശാന്തി നിലനിർത്താൻ പറ്റുന്ന ഒരു മനുഷ്യന് ആണ് ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയാം. അതിന് ഏറ്റവും ആവശ്യം വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സംതൃപ്തി. ഉള്ളത് മതി. അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ, വിചാരങ്ങളെയൊക്കെ പിന്തിരിപ്പിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുപോലെ സുഖദുഃഖങ്ങളിലൊക്കെ സമഭാവനയും വലിപ്പച്ചെറുപ്പമില്ലായ്മയും എല്ലാം സമഭാവനയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ, ജീവിതമേ ശാശ്വതമല്ല എന്നൊക്കെയുള്ള ആ ചിന്തയോടെ സമാധാനമായിട്ടുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് ഭാഗ്യവാൻ. അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് തൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്യേണ്ട കാര്യവുമില്ല. മറ്റൊരാൾക്കൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കതുപോലെ വേറൊരു കാര്യം ദൈവം തന്നു. ദൈവം എല്ലാവർക്കും പകുത്തു നൽകിയിരിക്കുകയാണ്. സന്തോഷമായാലും ധനം എന്ന് വെച്ചാൽ പണം മാത്രമല്ല, പല ധനങ്ങളുണ്ട്. ഒരാൾക്ക് സ്നേഹം കൊണ്ടായിരിക്കും ധനം, ഒരാൾക്ക് നല്ലൊരു ഭാര്യയുള്ള ധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭർത്താവുള്ള ധനമായിരിക്കും, അല്ലെങ്കിൽ നല്ല കുട്ടികളുള്ള ഒരു ധനമായിരിക്കും. ദൈവം ഈ ധനങ്ങളെല്ലാം ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് നല്ല ആൺമക്കളുണ്ടായിരിക്കും, ഒരാൾക്ക് നല്ല പെൺകുട്ടികളായിരിക്കും, അതല്ല ഒരാൾക്ക് സ്വന്തം ഗ്രാമത്തിൽ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെയും സന്തോഷങ്ങൾ, ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്ന സന്തോഷങ്ങൾ. അപ്പം നമ്മൾ ആ സന്തോഷം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നശിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കുള്ളതിൽ സംതൃപ്തരായിട്ട് ശാന്തി കണ്ടെത്താൻ പറ്റിയാൽ ആ മനുഷ്യനാണ് ഭാഗ്യവാനെന്ന് എനിക്ക് തോന്നുന്നു.